ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടക്കാച്ചൊരു സെർവർ പരിചയപ്പെടുത്താനാണ്. കാരണം ഒരു ഡൈനസി സിറ്റി റോൾ പ്ലേ എന്നാണ്. ഓക്കെ, DCRP എന്ന് പറയും. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നേരെ നോക്കില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് അത്യാവശ്യം നല്ലൊരു സെർവറാണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 2 ആഴ്ച അങ്ങനെയൊക്കെ തന്നെയായി. ഓക്കെ, അത്യാവശ്യം മീൻസ് നൈറ്റ് ആകുമ്പോഴാണ് പ്ലേയേഴ്സ് അത്യാവശ്യം വന്നത്. ഞാൻ കറക്റ്റ് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്, ഇതിൽ കയറാൻ അധികം റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ല. മറ്റുള്ള സെർവറിനെ പോലെ നമുക്കെന്താ ഇൻ്റർവ്യൂ ഇരിക്കണം, സ്റ്റാഫ് വരെ ഇരിക്കണം, അങ്ങനത്തെ ഇതിലൊന്നും ഇല്ല. ഡയറക്റ്റ് നിങ്ങളൊന്ന് ഡിസ്കോഡിൽ ചെന്ന് ഒന്ന് അപ്ലൈ ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നേരെ നമ്മൾ ഡിസ്കോഡ് സെർവറിൽ വന്നിട്ടുണ്ട്. ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നേരെ നിങ്ങൾ ഡിസ്കോഡ് സെർവർ എന്തായാലും ഈ വെൽക്കത്തിലായിരിക്കും വന്നത്. ഓക്കെ, അത് ഇനി കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അത്രയും ചാനലൊന്നും കാണാൻ പാടില്ല. ഓക്കെ, കണ്ട അവിടെ ഒരു DC വൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ട അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് വഴി അപ്ലൈ, അല്ലെങ്കിൽ വൈലിസ്റ്റ് ഫോർമാറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ അകത്ത് ഇൻഗെയിം അങ്ങനത്തെ ഇത്, എന്നിട്ട് നിങ്ങൾക്ക് സിറ്റീസൺ എന്നും പറഞ്ഞ റോള് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സെർവർ റേറ്റ് എന്ന ചാനൽ കാണാൻ പറ്റും. അത് വേണ്ട, സെർവർ റേറ്റ് ഉണ്ട്. സെർവർ റേറ്റ് വെച്ച് കയറാവുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ബേസിക്കലി. അതല്ലാതെ ഇൻ്റർവ്യൂ അങ്ങനത്തെ ഉള്ളു. പിന്നെ ഡിസ്കോഡിൽ കയറുമ്പോൾ ഈ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്താലും നമുക്ക് പിന്നെ വേറെയുള്ള ചാനൽ കാണാൻ പറ്റുള്ളൂ. കണ്ട ഇങ്ങനെ ഒരു ടെസ്റ്റ് വരും. അങ്ങനത്തെ അത്രയൊക്കെ ഉള്ളൂ. ആദ്യം വെരിഫൈ ചെയ്യുക. പിന്നെ ചാനൽ കാണില്ലെങ്കിൽ ഇവിടെ ഷോ ഉള്ള ചാനൽസ് എന്നും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് എനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി. വേറെ ഒരു റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളിത് ഹെൽപ്പ് ടിക്കറ്റ് ഉണ്ട്. ഹെൽപ്പ് ടിക്കറ്റിൽ ചെന്ന് ഹെൽപ്പ് ടിക്കറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഒരെണ്ണം കാണിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ എന്നിട്ട് ഹെൽപ്പ് ടിക്കറ്റ് വെക്കുമ്പോൾ എന്തായാലും ഒരു സംഭവം അടിക്കേണ്ടതായിരിക്കും. ഞാനിപ്പോൾ ഐ നീഡ് ഹെൽപ്പ് എന്നും പറഞ്ഞ് അടിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ടെസ്റ്റിന് വേണ്ടി. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വരും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള ഓൺലൈനുള്ള സ്റ്റാഫിനെ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തു. ഓക്കെ, പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഡിസ്കോഡ് റൂളിലും പിന്നെ RP എന്ന് വെച്ചാൽ RP റൂളും റോബറി റൂളും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് ആക്ടിവിറ്റി ഒന്നും ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് മെമ്പേഴ്സ് കയറിയാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എല്ലാവർക്കും എല്ലാവർക്കും ബൈ ഗൈസ്, ടാറ്റാ.